നമ്മുടെ പി സി ജോർജ് അദ്ദേഹത്തിന് ബുദ്ധിയില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് അല്പം ബുദ്ധി കൂടിപ്പോയോ എന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ ബാക്കി. അതായത് ഇപ്പൊ പി സി ജോർജ് അദ്ദേഹത്തിന്റെ ഇമേജ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പാതാളം മുട്ടി നിൽക്കുമ്പോൾ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്നൊരു ഊന്നുവടിയിലെങ്കിലും നിർത്താൻ അദ്ദേഹം പ്രൊമോട്ടർമാരായി തിരഞ്ഞെടുത്ത ആളുകൾ അത്ര ചില്ലറക്കാരല്ല. ഒന്ന് നമ്മുടെ മറുനാടൻ സാജൻ സ്കറിയയും മറ്റൊന്ന് നമ്മുടെ മാത്യു സാമുലാച്ചായനുമാണ്. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് ശേഷം കേസാവുകയും അറസ്റ്റ് വരികയും പിന്നെ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ പി സിയെ പൊക്കി അടിച്ചുകൊണ്ട് നമ്മുടെ സാജൻ സ്കറിയ ഇതിനോടകം തന്നെ 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട്, നിലപാടുകളൊക്കെ അനുകൂലിച്ചുകൊണ്ടാണ് അദ്ദേഹം 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ മാത്യു സാമുലാച്ചായൻ. അദ്ദേഹം ഇത്തരത്തിലുള്ള കേരള പൊളിറ്റിക്സ് ഒന്നും അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം പോലും നമ്മുടെ പി സി ജോർജിനെ കുറിച്ച് 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് പി സി ഞോണ്ടാൻ വരുന്നവരൊക്കെ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. പി സി ജോർജിനെ അങ്ങ് വരട്ടി അങ്ങ് നശിപ്പിക്കാമെന്നുള്ള ധാരണയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയും, അതായത് മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും അതിൻ്റെ താഴെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും. അതങ്ങ് കൈവച്ചാൽ മതി. അത്രയോട് സിമ്പിളായിട്ട് അതങ്ങ് കൈവച്ചാൽ മതി. ഇവർ 2 പേരും കോമൺ ആയിട്ട് പറയുന്നത് പി സി ജോർജിന്റെ പിന്നാലെ, അതായത് ഹിന്ദുക്കൾ ഇങ്ങനെ ലക്ഷം പിന്നാലെയാണ്. അതിനോടൊപ്പം തന്നെ ക്രൈസ്തവരും കൂടി ചേർന്നാൽ എല്ലാം ജോറാകും എന്നാണ് 2 പേരുടെയും ഒരു കോമൺ ആയിട്ടുള്ള അഭിപ്രായം. പക്ഷെ നമ്മുടെ മാത്യു സാമുലാച്ചാൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞു. അതായത് നമ്മുടെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ പി സി ജോർജിനെ ഏൽപ്പിക്കണം എന്നാണ്. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പി സി ജോർജിനെ എടുക്കുവാണെങ്കിൽ ഞാൻ 100% നിങ്ങളോട് കമ്മിറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് ഇപ്പൊ പറയാം, വേണമെങ്കിൽ ഒരു പ്രൊഫസി ആയിട്ട് പറയാം. BJP അധികാരത്തിൽ വരും കേരളത്തിൽ 10-75 സീറ്റ് കിട്ടും. ജനങ്ങൾ എനിക്ക് നൽകാൻ പോകുന്ന കിരീടമാണ്. വേറെ ഒന്നുമില്ലല്ലോ. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എൻ്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ആ ബോധ്യവും ഒക്കെ തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. പി സി ജോർജിൻ്റെയും നമ്മുടെ സാമുലാച്ചായൻ്റെയും നമ്മുടെ മറുനാടൻ സാജൻ സ്കറിയയുടെയും ഒക്കെ അജണ്ട ഇതാണല്ലോ. ഇതിനാണല്ലോ അവർ ഇത്തരത്തിൽ ധൃതി പിടിച്ചു 2ഉം 3ഉം. ഇനിയിപ്പോൾ എത്ര വീഡിയോ ഇറങ്ങുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമുലാച്ചാൻ നമ്മുടെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനം വെറുതെ ഓഫർ ചെയ്യുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം അതിനെ കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പിന്തുണ, അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം ഒന്നാകെ BJPക്ക് വോട്ട് ചെയ്താൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുക്കൾ നേരത്തെ ഓൾറെഡി തന്നെ ലക്ഷം പിന്നാലെയാണ്. അപ്പൊ ഇവരെല്ലാം 2 പേരും കൂടി ഒന്നിച്ച് BJPക്ക് വോട്ട് ചെയ്താൽ 2026 ഒരു 75 സീറ്റെങ്കിലും വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ പി സിയെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യം അല്ലാത്ത മന്ത്രിസ്ഥാനമോ ഒന്നും ഏൽപ്പിക്കരുതെന്നാണ്. പക്ഷെ ഒരു കാരണവശാലും പി സി ജോർജിനെ ഈ പറയുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും ആക്കുകയും ചെയ്യരുത്. ഇത് പി സി ജോർജിനോട് ആലോചിച്ചിട്ടാണോ അച്ചായോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ചായൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ഛൻ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പേര് പറയും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അച്ഛൻ രാജീവ് ചന്ദ്രശേഖരുടെ പേര് പറഞ്ഞു. ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തി കളഞ്ഞ അച്ചായ. പിന്നെ മറ്റൊന്ന്, 2026 BJP അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നമ്മുടെ മാത്യു സാമുലാച്ചാനെ നിയമിച്ചാൽ 10 ദിവസം കൊണ്ട് ഇവിടുത്തെ ഡ്രഗ്സ് മാഫിയയെ ഒതുക്കി കയ്യിൽ തരാം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനം. നമ്മുടെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി ഇത് കേൾക്കുന്നുണ്ടോ ആവോ? മൈ ഓൺ ടേക്ക്. അതായത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി അഡ്വൈസറായിട്ട് എന്നെ നിയമിക്കുകയാണെങ്കിൽ, തമാശ രൂപേണ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ആ രീതി ഉൾക്കൊള്ളുക. എനിക്കൊരു 10-20 ദിവസം മതി ഈ പറയുന്ന മത തീവ്രവാദികളെ, ഈ പറയുന്ന ഡ്രഗുകാരെ ഒതുക്കാൻ. എന്നെ അഡ്വൈസറായിട്ട് വെച്ചാൽ മതി. കാരണം എനിക്ക് ഫുൾ ടൈം ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒതുക്കി കൈ തരാം. 2 പേരും രാഷ്ട്രീയം മറന്ന് സഹകരിച്ചാൽ നാടിന് ഗുണം കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. അതിന് 2026 വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അച്ചായോ? അങ്ങനെ സഹകരിക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം നമ്മുടെ അജണ്ട തന്നെ പി സി ജോർജിനെ BJPയുടെ പ്രസിഡന്റ് ആക്കുക, 2026 BJP അധികാരത്തിൽ കൊണ്ടുവരിക,
ഇതൊക്കെയാണല്ലോ നമ്മുടെ നയവും തന്ത്രവും അടവും എല്ലാം, അല്ലേ ചായ? മനസ്സിലായ ചായോ? മനസ്സിലായി. ഇനിയിപ്പോ സാമൂഹ്യ വെച്ചാലും ബോധ്യം വരേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇപ്പോ കേരളത്തിലല്ല, ഇന്ത്യയിലെയുമല്ല, ഈ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ ഭൂപടമെല്ലാം അച്ഛൻ അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ താങ്കളൊന്ന് അറിയേണ്ടത്, നമ്മുടെ PC ജോർജിനോടൊപ്പം ചില മത മേലധ്യക്ഷന്മാര് ഉണ്ട് എന്ന് കരുതി ഈ വിശ്വാസിയുടെ എല്ലാം ഒന്നാകെ PC പിന്നാലെയാണെന്ന് താങ്കളോട് ഇത് ആരാ പറഞ്ഞത്? പണ്ട് പള്ളിയിൽ ഇടയലേഖനം വായിക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന വിശ്വാസ സമൂഹം പണ്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയിട്ട് കാലങ്ങൾ കുറെ ആയില്ലേ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ലേ? താങ്കളോട് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. അതായത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നത് ഹിന്ദുക്കളാണല്ലോ. അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണല്ലോ SNDP. അവർക്കൊരു രാഷ്ട്രീയ സംഘടന കൂടിയുണ്ട്, BDJS. ഇവര് അച്ഛനും മകനും, അതായത് വെള്ളപ്പള്ളിയും നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയും തലകുത്തി മറിഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാൻ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് പോലെയാണ് ഇവരൊക്കെ കേട്ടിരുന്നതെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ഈ BDJS ആകണ്ടേ അച്ചായോ? ഈ വെള്ളാപ്പള്ളിയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ PC ജോർജിനെ. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഈരാറ്റുപേട്ടയിൽ 400 പേര് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് 400 പേരുടെ ലിസ്റ്റൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടി എന്നറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇദ്ദേഹം പറയുന്നത് ഇതിനുള്ള രേഖകളൊക്കെ ഞാൻ പിന്നീട് തരാമെന്നാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ എന്തോ 100 പേര് കൂടി ഇതിൽ ലിസ്റ്റ് ചേർത്തിട്ട് കൊടുക്കാമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കേസ് യഥാർത്ഥത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ ഇതിന്റെ രേഖകൾ സഹിതം അന്ന് അദ്ദേഹം അവിടെ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഇത് നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല മിശ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കല്യാണം കഴിച്ചിട്ടുള്ളത് ഹിന്ദു സഭയിൽ നിന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. നമുക്ക് പണ്ടൊരു സിനിമ വന്നത് അറിയാമല്ലോ. 2000 പേരുടെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. അവസാനം അത് അവർക്ക് തിരുത്തി പിന്നെ 3 ആക്കേണ്ടി വന്നു. ഇത് വെറും ഉടായ്പാണ്. ഇത് വെറും ഉടായ്പല്ലാതെ ഒന്നുമല്ല. മാത്രമല്ല ഈ കേസ് NI പോലും അന്വേഷിച്ചൊരു കേസാണ്. NI നമുക്കറിയാം, അത് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ്. BJP ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് NI പോലും NIയുടെ മുമ്പിൽ വന്നത് പോലും 89 കേസുകളാണ്. അതിൽ 11 കേസാണ് കോടതിയിൽ പോലും എത്തിയത്. നമുക്ക് സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകനായ MR അഭിലാഷിന്റെ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. NIA സോഴ്സസിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായത് 11 കേസുകൾ 89 മിശ്രവിവാഹ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിലെ പരാതികളുടെ അടിസ്ഥാനത്തിൽ 11 ഗൗരവമെന്ന് NIA കരുതിയ കേസുകൾ എടുത്ത് അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും 4 കേസുകളിൽ ഇങ്ങനെ വിവാഹത്തിന് ശേഷം പുരുഷന്മാർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും 7 കേസുകളിൽ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ടും കണ്ടു. പക്ഷേ ഇതിലൊന്നും തന്നെ വിചാരണ ചെയ്യപ്പെടാവുന്നതായിട്ടുള്ള ഒരു ഒഫൻസ് കണ്ടെത്തുവാൻ NIAക്ക് കഴിഞ്ഞില്ല എന്നതിൻ്റെ മീനിങ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഒഫൻസ് അവിടെ മേക്ക് ഔട്ട് ചെയ്യുവാൻ വിശദമായിട്ടുള്ള NIA അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിനോട് പൂർണ്ണമായിട്ടും ചേർന്ന് നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ മുൻപിൽ വന്ന പരിഗണനാ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പത്രമാധ്യമങ്ങളോട് നടത്തിയ ഡിസ്ക്ലോഷർ. നിജസ്ഥിതി ഇത്തരത്തിലായിരിക്കെ ഈ മതസ്പർദ്ധ ഉണ്ടാക്കി 2 മതങ്ങളെ തെറ്റിപ്പിച്ച് 3 മതങ്ങളെ തെറ്റിപ്പിച്ച് സ്പർദ്ധ ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക ഒന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ PC ജോർജിനുള്ളൂ. അതായത് ഈ BJP കൂടി നമ്മുടെ PC ജോർജിനെ പുറത്താക്കിയാൽ പിന്നെ ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പുതിയൊരു പാർട്ടി കേരളത്തിൽ പുതുതായി രൂപം കൊള്ളേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ചില അടവ് തന്ത്രങ്ങളാണ് നമ്മുടെ PC ജോർജിൻ്റെ. ഇനി മറ്റൊന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇതൊരു റിസർച്ചിന്റെ ഭാഗമാണ്. ഇത് ഒരു ഉടായ്പാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കൽ. ഇതിന്റെ മറുഭാഗത്ത് നമ്മുടെ രാഹുൽ ഈശ്വർ കൂടിയുണ്ട്. അതായത് നമ്മുടെ PC ജോർജ് അദ്ദേഹം പറയുന്നത് ലവ് ജിഹാദിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഹിന്ദു സഭയിലെ പെൺകുട്ടികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയിലുള്ള പെൺകുട്ടികളോ നമ്മൾ നേരത്തെ വിവാഹം കഴിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ്. അതായത് മുസ്ലിം പെൺകുട്ടികൾ ഒരു 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് വിടുന്നതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെ സാറേ എന്ന് പറഞ്ഞു നമ്മുടെ മറുവശത്ത് നമ്മുടെ രാഹുൽ ഈശ്വറുണ്ട്. നമ്മുടെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആണ്.
അത് അദ്ദേഹം പറയുന്നതാണ് കേട്ടോ. ആക്ടിവിസ്റ്റ് ആണ്, മതവാദിയാണ്, മിതവാദിയാണ്, പിന്നെ ഇടതുവാദിയാണ്, വലതുവാദിയാണ്, അങ്ങനെ ആരൊക്കെയാണ് അദ്ദേഹം. ഈ പണ്ടാണ്ട് പറഞ്ഞതുപോലെ, കുഞ്ചുനമ്പേര് പറഞ്ഞതുപോലെ, ഈ ദീപസ്തംഭം മഹാചരി നമുക്കും കിട്ടണം പണം എന്നൊരു നിലപാടാണ്. പക്ഷേ കുഞ്ചൻ നമ്പ്യാർക്ക് പോലും അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്താണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അവരുടെ ഈ മറുവശത്തിൽ തന്നെ സാറേ എന്ന് പറയുകയാണ്. നമുക്ക് ആ ഒരു വീഡിയോ ഒരു ചെറിയൊരു ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. എത്ര പേരെ കൊണ്ടുപോയി എന്നുള്ളത് ഏകദേശം 400 പേര് ഈ മേഖലയിൽ നിന്ന് നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൊണ്ടുപോയിട്ടുണ്ട്. 400. അത് കല്യാണം കഴിക്കാനുള്ള വിരോധമില്ല. ഒരു സ്നേഹമായി കല്യാണം കഴിക്കുന്നുണ്ട്. അത് ഗുഡ്, നമുക്കിവിടെ ആർക്കും തർക്കമൊന്നുമില്ല. ഇത് അതല്ല, ഈ കൊണ്ടുപോകുന്നവരെ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാനത് മനസ്സിലാക്കുന്ന, ഇവര് കോഴിക്കോട് കൊണ്ട് എത്തിക്കുന്നു, അവിടെ ഒരു അധ്യാപന കേന്ദ്രത്തിൽ എത്തിക്കുന്നു. ഒരാഴ്ചയ്ക്കും പിന്നെ അവിടെയുള്ള വേറെ മോശം പെരുമാറുന്നു. പിന്നെ അതിന് കടൽ വഴി അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങൾക്ക് കടത്തുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന്റെ വസ്തുതാപരമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഏതായാലും കൊണ്ടുപോയി കുട്ടികളെ പിന്നെ കാണാറില്ല, അതൊരു സത്യമാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഒരു 24 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചയക്കണം. ആദ്യം നഷ്ടം ഉണ്ടാവില്ല. മുസ്ലിം പെൺകുട്ടികളെ നോക്കാൻ അവർ 18 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിയുകയാണ്. അതായത് ഈ രാഹുൽ ഈശ്വർക്ക് കഥ അറിയാതെ ആട്ടം കാണുകയാണ് എന്നല്ല, ഇത് കഥ അറിഞ്ഞുകൊണ്ടുള്ള ആട്ടമാണ് അവർ കാണുന്നത്. കാരണം ഇതൊക്കെ ഒരു കോക്കസിന്റെ ഒരു ഭാഗമാണ്. അതായത് ഈ ഷാജൻ സ്കറിയെ, നമ്മുടെ മാത്യു സാമറോച്ചാനും ഈ രാഹുൽ ഈശ്വറും PC ജോർജും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോക്കസിന്റെ പ്രവർത്തനമാണ്. PC എങ്ങനെയെങ്കിലും തൂക്കിക്കൊണ്ടുവരിക, അതാണ് ഇവരുടെ ലക്ഷ്യം, അതാണ് ഇവരുടെ അജണ്ട. ഇത് നമുക്കറിയാലോ, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാലോ. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ ഇവരിങ്ങനെ മുക്കിന് പറയുമെങ്കിലും എൻ്റെ ഉള്ളിൽ ഇല്ല. അതായത് ഈ മുല്ലാക്കന്മാരും ഈ മൗലവിമാരും ഒക്കെ പറയുന്നത് അനുസരിക്കല്ലാതെ ഈ പെൺകുട്ടികൾക്ക് അതിനകത്ത് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ ഈ ഹിന്ദു സമുദായത്തിലായിരുന്നാലും ക്രിസ്ത്യൻ സമുദായത്തിലായിരുന്നാലും അവർ കല്യാണ ആലോചന വരുമ്പോൾ അവർ പറയുമ്പോൾ ഇപ്പം എനിക്ക് ഇതിൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് മതി, അതല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് മതി എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തോ ശരിയുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അങ്ങനെ അവർ വിടുന്നത്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതങ്ങ് വിടാം. എനിക്കല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവരോട് ഈ രാഹുൽ ഈശ്വറിനോടും PC ജോർജിനോടും ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ പ്രായം മൂത്ത് വേലി ചാടണം എന്ന് തോന്നുമ്പോൾ ഇവരെല്ലാവരും അങ്ങ് മുസ്ലിം ആണുങ്ങളുടെ അടുത്തോട്ടാണ് പോകുന്നത്. അല്ല, അതിൻ്റെ ഒരു യുക്തി മാത്രം എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് PC അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് പറയണം. രാഹുൽ ഈശ്വറിനും ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇതൊക്കെ വെറും ഉടായ്പാണ്. PC പിടിച്ചു നിൽക്കാനുള്ള അവസാന കച്ചിത്തിരുമ്പുമായിട്ടാണ് ഇപ്പോൾ PC ജോർജ് ഇങ്ങനെ കേരളമൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചില ഹിന്ദുത്വ തീവ്ര നിലപാടുള്ളവരുടെ പിന്തുണയും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ തീവ്ര നിലപാടുള്ള, അതായത് ഈ കാസ പോലുള്ള ചില സംഘടനകളുടെ പിന്തുണ നമ്മുടെ PC ജോർജിനുണ്ട്. അതുകൊണ്ട് അത് കണ്ടിങ്ങനെ വായിൽ വെള്ളം കൂടി നടക്കുകയാണ് നമ്മുടെ PC ജോർജ്. അദ്ദേഹം വെള്ളാപ്പള്ളിയെ പോലെ തന്നെ ഇവരെയൊക്കെ നല്ലതുപോലെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്ന് മാത്രം നിങ്ങളെല്ലാം തിരിച്ചറിയുക. ഇനിയിപ്പോൾ സാമുലേശാനൻ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. അതായത് താങ്കളുടെ ഒരു പ്രഡിക്ഷൻ ആണല്ലോ, ഇപ്പോൾ PC ജോർജിനെ BJPയുടെ പ്രസിഡന്റ് ആക്കിയാൽ നമുക്ക് 2026 കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റുമെന്നൊക്കെ താങ്കളുടെ ഒരു പ്രഡിക്ഷൻ ആണല്ലോ. എന്നാൽ ഞാനൊരു പ്രഡിക്ഷൻ നടത്താം. അതായത് 2026 വരുന്ന ഇലക്ഷനിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു നീക്കുപോക്ക്, അതായത് ഒരു അന്തർധാര ഉണ്ടാകാൻ പോകുന്നത് അത് BJPയും നമ്മുടെ CPIM തമ്മിലായിരിക്കും. ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്ന CPIM-ൽ അന്ന് ആരൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇലക്ഷനിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായാൽ അതിൽ നമ്മുടെ മുഖ്യന്റെ ഒരു ഡിമാൻഡ് നമ്മുടെ റിയാസ് മുഹമ്മദിനെ മുഖ്യമന്ത്രിയാക്കുക എന്നൊരു ഡിമാൻഡ് മാത്രമായിരിക്കും ഇദ്ദേഹത്തിനുണ്ടാകുക. ഇതിന് ഞാൻ 2 കാരണങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, അധികാരമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അധികാരം നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ കൈക്കുള്ളിലാകുന്നത് നമ്മുടെ മുഖ്യനും അദ്ദേഹത്തിന്റെ ഭാഗമായിരിക്കും. രണ്ടാമത്, അടുത്ത 2026 നടക്കുന്ന ഇലക്ഷനിൽ CPM-ന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് ആരെക്കാളും അവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വെട്ടിനിരത്തലാണ് ഇന്ന് ഇപ്രാവശ്യം നടന്ന കേരള സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ CPM-ൽ കണ്ടത്. ഇനി ഇലക്ഷനിൽ സീറ്റ് ലഭിക്കാൻ പോകുന്നതും നമ്മുടെ മുഖ്യന്റെ സ്തുതി പാഠകർക്കായിരിക്കും. സത്യത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ കുറച്ചു മുൻപ് ആലോചിച്ചതാണ്. ഇതുവരെ നീണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘടനയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളവരുടെ
പിൻതലമുറ അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഞാൻ ഇത് നീട്ടി കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം, സന്ദർഭം ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സത്യം നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം, നിങ്ങൾക്ക് തെറി പറയാം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് CPM-കാരോടല്ല, മറിച്ച് നമ്മുടെ മറുനാടൻ സാജനോടും നമ്മുടെ സാമൂഹ്യ ചായനോടുമാണ്. നിങ്ങൾ ഇപ്പോൾ നാഴികയ്ക്ക് 40 വട്ടം മുഖ്യമന്ത്രിയെ തെറിയോട് തെറി പറയുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടോടുകൂടി 2026 കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഈ മുഖ്യമന്ത്രിയെ, ഈ പിണറായി വിജയന്റെ സ്തുതി പാഠകരായി നിങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.